നമസ്കാരം, ഞാൻ ഡെയ്സൺ ജോസഫ്. വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നൊരു കേസ് സ്റ്റഡിയാണ്. മാസം 25,000 രൂപ വീതം താങ്കളുടെ ഫിനാൻഷ്യൽ പ്രൊഫൈലിനും റിസ്ക് പ്രൊഫൈലിനും യോജിക്കുന്ന മ്യൂച്വൽ ഫണ്ടിലേക്ക് അല്ലെങ്കിൽ ഫണ്ടുകളിലേക്ക് SIP രീതിയിൽ ഏറ്റവും പ്രൊഫഷണലായിട്ട് ഇങ്ങനെ നിക്ഷേപിച്ച് പോവുകയാണ് എങ്കിൽ ഒരു നിശ്ചിത കാലഘട്ടം കഴിയുമ്പോൾ എത്രത്തോളം വലിയ കോർപ്പസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും, അതുപോലെ തന്നെ ഈ ഒരു കോർപ്പസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഏറ്റവും മികച്ച രീതിയിൽ താങ്കളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുക, ഈ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ടും കാണുക. അപ്പോൾ SIP സ്റ്റാർട്ട് ചെയ്തു. മാസം 25,000 രൂപ 10 വർഷം ആയി. 10 വർഷം ആയപ്പോഴത്തേനും എത്രയാണ് മൊത്തം ഇൻവെസ്റ്റ് ചെയ്തത് എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? 30 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ ഒരു സമയം കൊണ്ട് നോർമൽ റേറ്റ് ആയിട്ടുള്ള ഒരു 12% വെച്ച് കണക്ക് കൂട്ടിയാൽ പോലും ഉണ്ടായിരിക്കുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത് 28 ലക്ഷം രൂപയാണ്. അപ്പം മൊത്തം 58 ലക്ഷം രൂപയുടെ കോർപ്പസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് അവിടെ കിടക്കട്ടെ, ഇപ്പോൾ എടുക്കാൻ വേണ്ടി നിൽക്കുകയേ വേണ്ട. ഒരു 15 വർഷം ആകുമ്പോഴത്തെ അവസ്ഥ എന്നാന്ന് പറയാമോ? 15 വർഷം ആകുമ്പോഴത്തേനും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് 45 ലക്ഷം രൂപയായിരിക്കും. ഉണ്ടായിരിക്കുന്ന ഗ്രോത്ത് ഏകദേശം 81 ലക്ഷം രൂപയുടെ. അപ്പം മൊത്തം 1,26 ലക്ഷം രൂപയുടെ ഒരു കോർപ്പസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ മൊയ്തീൻ 25-ാമത്തെ വയസ്സിലാണ് ഈ ഒരു SIP സ്റ്റാർട്ട് ചെയ്തത്. ഒരു വീട് പണിയാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആരംഭിച്ചത്. അദ്ദേഹത്തിന് ഇപ്പം 40 വയസ്സായി. വീട് പണി ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. 1,26 ലക്ഷം രൂപ മ്യൂച്വൽ ഫണ്ടിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ട്. അത് വിഡ്രോ ചെയ്ത് വീട് പണി ആരംഭിക്കുകയല്ല അദ്ദേഹം ചെയ്യേണ്ടത്. മറിച്ച് അദ്ദേഹം ഒരു ഹൗസിംഗ് ലോൺ എടുത്ത് വീട് പണി ആരംഭിക്കുക. എത്ര രൂപയുടെ വരെ ഹൗസിംഗ് ലോൺ ഇദ്ദേഹത്തിന് അടയ്ക്കാൻ വേണ്ടി പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ മാസം 75,000 രൂപ വരെ തിരിച്ചടവ് വരുന്ന ലോൺ ഇദ്ദേഹത്തിന് എടുക്കാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാ? ഇപ്പോൾ ഓൾറെഡി 25,000 രൂപ അദ്ദേഹം SIPയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ആ SIP അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യൽ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യുക. ആ 25,000 എങ്ങോട്ട് പോട്ടെ? ലോണിലോട്ട് പോട്ടെ. അതിന് പുറമെ 1.25 കോടി രൂപയുടെ കോർപ്പസ് ഇദ്ദേഹത്തിനുണ്ട്. എവിടെ? മ്യൂച്വൽ ഫണ്ടിൽ. അതിൽ നിന്ന് എല്ലാ മാസവും 50,000 രൂപ വീതം SWP എന്ന് പറഞ്ഞാൽ എന്തുവാ? സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. അങ്ങനെ വിഡ്രോ ചെയ്ത് അതും കൂടെ എങ്ങോട്ട് പോട്ടെ? ലോണിലേക്ക് തിരിച്ചടവായിട്ട് പോട്ടെ. അപ്പം മൊത്തം എത്രയാ? 75,000. 15 വർഷം കൊണ്ട് ഈ ഒരു ഹൗസിംഗ് ലോൺ അടച്ചു തീർന്നു എന്ന് വിചാരിക്കുക. അടച്ചു തീർന്നു കഴിയുമ്പോൾ മൊയ്തീൻ്റെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് കാലിയാകുമോ? ഒരിക്കലും കാലിയായിട്ടുണ്ടാവുകയല്ല. അവിടെ പിന്നെയും കാണും ഒരു 2 കോടിക്ക് മുകളിലുള്ള ഒരു തുക. അപ്പോൾ മൊയ്തീൻ എത്രയാ വയസ്സായിരിക്കുക? 55 വയസ്സ്. ഇനി മാസം 25,000 രൂപ എന്ന രീതിയിൽ SIP 20 വർഷം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു 20 വർഷം കൊണ്ട് മൊത്തം 60 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക. ഇനി ഉണ്ടായിരിക്കുന്ന ഗ്രോത്ത് ഏതാണ്ട് 1,90,00,000 രൂപയുടെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,50,00,000 രൂപയുടെ കോർപ്പസ് ഇവിടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മൊയ്തീൻ വീട് പണി ഒരു 5 വർഷം കൂടെ മുന്നോട്ടാക്കിയാൽ അദ്ദേഹത്തിൻ്റെ കോർപ്പസ് എത്രയുണ്ട്? 2,50,00,000 രൂപയോളം ഉണ്ട്. ഇവിടെ അദ്ദേഹത്തിന് വീട് പണിയാം. എങ്ങനെ പണിയണം? ലോൺ എടുത്ത് തന്നെ പണിയണം. ഇവിടെ ഇദ്ദേഹത്തിന് ഒരു 1.25 ലക്ഷം രൂപ മാസം തിരിച്ചടവുള്ള ലോൺ എടുക്കാൻ വേണ്ടി പറ്റും. 25,000 രൂപ SIPയിലേക്ക് ഓൾറെഡി പോകുന്ന എമൗണ്ട് ഉണ്ട്. അതിന് പുറമെ 1 ലക്ഷം രൂപ എന്ത് ചെയ്യാം? അദ്ദേഹത്തിന്റെ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ SWP രീതിയിൽ ഇങ്ങനെ വിഡ്രോ ചെയ്തെടുത്ത് അതും പോട്ടെ എങ്ങോട്ട്? ലോണിലേക്ക് തിരിച്ചടവായിട്ട്. അപ്പോൾ മാസം 1.25 ലക്ഷം രൂപ ലോൺ തിരിച്ചടയ്ക്കുന്നു. 15 വർഷം കൊണ്ട് ലോണിന്റെ തിരിച്ചടവ് പൂർത്തിയായി കഴിയുമ്പോൾ കാണും അദ്ദേഹത്തിന്റെ മ്യൂച്വൽ ഫണ്ടിൽ മിച്ചം എത്ര കാണുമെന്ന് അറിയാമോ? 5 കോടിക്ക് മുകളിൽ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിന് എത്രയാ പ്രായം? 60 വയസ്സ്. ഇനി നമ്മുടെ വിക്രമനും ഇതേ ഒരു രീതിയിലുള്ള SIP സ്റ്റാർട്ട് ചെയ്ത ആളാകട്ടോ. അദ്ദേഹം 20 വർഷം പൂർത്തിയാക്കിയിട്ടുണ്ട്. അക്കൗണ്ടിൽ ഇപ്പോൾ എത്രയുണ്ട്? 2,50,00,000 രൂപയുടെ കോർപ്പസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വിക്രമന് ഇപ്പോൾ 55 വയസ്സായി. 35-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ ഒരു SIP സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങളുടെ പ്രായം നോട്ട് ചെയ്യുക. SIP സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞോ നോക്കുക. കഴിഞ്ഞെങ്കിൽ പെട്ടെന്ന് തന്നെ ആരംഭിക്കുക. അപ്പോൾ വിക്രമൻ ഉദ്ദേശിക്കുന്നത് 55 വയസ്സായല്ലോ, ഇനി ജോലിയൊക്കെ നിർത്തിയേക്കാം, അല്പം വിശ്രമിച്ചേക്കാം എന്ന ഒരു ധാരണയിലാണ് അദ്ദേഹം ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്
ഈ ഒരു കോർപ്പസിൽ നിന്ന് എല്ലാ മാസവും SWP ആയിട്ട് 1,00,000 രൂപ വെച്ച് വിഡ്രോ ചെയ്ത് ജീവിച്ചങ്ങോട്ട് പോവുക അടിപൊളിയായിട്ട്. ഇനി എല്ലാ വർഷവും ഒരു 6% ഈ വിഡ്രോവൽ എമൗണ്ട് വർദ്ധിപ്പിച്ച് മുമ്പോട്ട് പോകാം. അങ്ങനെ വർദ്ധിപ്പിച്ച് മുമ്പോട്ട് പോയാലും അദ്ദേഹത്തിന് 55 വയസ്സല്ലേ, ഒരു 25 കൊല്ലം ഇങ്ങനെ പോയാലും അദ്ദേഹത്തിന് 80 വയസ്സാകുമ്പം കാണും എന്താണ്, വളരെ വലിയൊരു കോർപ്പസ് വീണ്ടും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ കാണും. അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ നോമിനിക്ക് ലഭിക്കും ഈ ഒരു വലിയ തുക. തീർന്നില്ല, മാസം 25,000 രൂപയുടെ SIP 25 വർഷം വരെ മുൻപോട്ട് കൊണ്ടുപോവുകയാണ് എങ്കിൽ മൊത്തം ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 75 ലക്ഷം രൂപയാണ്. ഈ ഒരു സമയം കൊണ്ടുണ്ടായിരിക്കുന്ന ഗ്രോത്ത് ഏതാണ്ട് 4 കോടി രൂപയാണ്. അപ്പോൾ 25 വർഷം പൂർത്തിയാകുമ്പോൾ 4,75,00,000 രൂപയുടെ ഒരു വലിയ കോർപ്പസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പോഴത്തേനും ഇൻവെസ്റ്റർക്ക് അത്യാവശ്യം പ്രായമായിട്ടുണ്ടായിരിക്കും അല്ലേ. ഇനി റിട്ടയർമെൻറ്റ് ലൈഫാണ്. മാസം എത്ര വെച്ച് വിഡ്രോ ചെയ്യാം? ഇങ്ങനെ ചിന്തിച്ചാലും മാസം 1.5 ലക്ഷം രൂപ വെച്ച് ഇദ്ദേഹത്തിന് വിഡ്രോ ചെയ്ത് എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാം. എല്ലാ വർഷവും ഇൻഫ്ലേഷനെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി 6%, 7% ഒക്കെ ഈ ഒരു എമൗണ്ട് വർദ്ധിപ്പിച്ച് മുമ്പോട്ട് പോകാം. അങ്ങനെ മുമ്പോട്ട് പോയാലും ഇദ്ദേഹത്തിൻ്റെ കോർപ്പസ് കാലിയാവില്ല, സീറോയിലേക്ക് എത്തില്ല, മറിച്ച് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. ഒരു വളരെ വലിയ തുകയായിരിക്കും അദ്ദേഹത്തിന് പിന്നെയും ബാക്കി ഉണ്ടാവുക. ഇത്തരത്തിലുള്ള വ്യക്തമായ പ്ലാനിങ്ങുകളിലൂടെ നിങ്ങൾക്കും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റുകൾ ആരംഭിക്കണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.